ഹായ്, എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. കുറേ കാലമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിൽ പോകേണ്ടി വന്നു. പെട്ടെന്ന് 2 മാസത്തോളം നാട്ടിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ച്, അങ്ങനെ ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. കർണാടകയിൽ ഇതിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ റംസാൻ ടൈമൊക്കെയാണ്, അപ്പോൾ ഒരു സ്നാക്ക് ഐറ്റം ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ പക്കോടയാണ്. സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പക്കോട ചെയ്യാറുണ്ട്. ഇത് ഈസി ആയിട്ടുള്ള ഒരു പക്കോടയാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പൊട്ടറ്റോ പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബേസൻ കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പോളം കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. ഇത് കളറ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത്, ബോയിൽ ചെയ്തതല്ല, അല്ലാതെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ തീരെ നല്ല കട്ടിയിലല്ലാതെ കുറച്ച് ഇത് അത്യാവശ്യം ഈ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. കാരണം ബോയിൽ ചെയ്യാത്ത കൊണ്ട് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ക്രഷ് ചെയ്തോ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മതി. ഒരു ക്രഞ്ചിനെസ് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഉപ്പ് വേണം ആവശ്യത്തിന്. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ള വെള്ളവുമാണ് നമുക്ക് വേണ്ടത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കടലപ്പൊടിയിലേക്ക്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മല്ലിയിലയൊക്കെ ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ ഈ ബാറ്ററിനുള്ള ഉപ്പ്, എരിവ് അതൊക്കെയാണ്. പിന്നെ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം അധികമായി പോകരുത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയിൽ ഈ ബാറ്റർ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാറ്റർ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് പൊട്ടറ്റോ ഓരോന്നായിട്ട് ഇതിലിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. തീ നന്നായിട്ട് കൂട്ടി വെക്കാതെ വേണം നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ പൊട്ടറ്റോ ബോയിൽ ചെയ്തതല്ല. അപ്പോൾ പുറമെ മാത്രം റെഡ് കളറായി, ഉള്ളിൽ പൊട്ടറ്റോ വേവാതെ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തീരെ സിമ്മിലിടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് നന്നായിട്ട് ഉള്ളിൽ നന്നായിട്ട് പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വരണം, പുറമെ മാത്രമല്ല. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ ഇതുപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അതേപോലെ അടുത്ത ബേച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ പൊട്ടറ്റോസും ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ പക്കോട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൊട്ടറ്റോ പക്കോട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ റംസാൻ ടൈമിലൊക്കെ ഈവനിങ്ങിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.